നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്താണ്, ഞാൻ എന്താണ്, ഞാൻ ഈ ശരീരമാണോ അതോ അതിന് മുകളിലുള്ള മറ്റെന്തെങ്കിലും ആണോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഈ ബ്രെയിൻ വേവ്സിനെ ദേവ തലങ്ങളിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവങ്ങളായിട്ട് തന്നെ ദേവതകളായിട്ട് നമുക്ക് പുനർജനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അല്ലെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമഃ ശിവായ. ഇപ്പോൾ ഈ ട്രാൻസ്പേഴ്സണലിന്റെ ഒരു ഒറിജിൻ അതിനെ കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? ട്രാൻസ്പേഴ്സണൽ വിദേശ രാജ്യങ്ങളിൽ അതിന്റെ തുടക്കം വളരെ പണ്ട് തൊട്ട് തുടങ്ങിയിരുന്നു. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഒരു അതിന്റെ തുടക്കം എന്ന് പറയുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മളുടെ ഏറ്റവും ബഹുമാന്യനായ വിവേകാനന്ദ സ്വാമിജിയാണ്. സ്വാമിജി നമുക്കറിയാം അമേരിക്കൻ പര്യടനം നടത്തിയിരുന്നു. അവിടെ വെച്ച് സ്വാമിജി അവിടെ ഫാദർ ഓഫ് മോഡേൺ അമേരിക്കൻ സൈക്കോളജി, ഫാദർ ഓഫ് എന്ന് പറയുക, വില്യം ജെയിംസിനെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹമായിട്ട് ഗഹനമായിട്ടുള്ള ഒരു വിഷയം സംസാരിച്ചിരുന്നു. അത് പ്രത്യേകിച്ച് മൈൻഡ് വാട്ട് ഈസ് മൈൻഡ് എന്നുള്ള വിഷയമായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും അവർ പറയുന്നത് കോംപ്ലക്സ് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ എന്ന് മാത്രമാണ് അവർ കൂട്ടിയിരുന്നത്. പക്ഷെ സ്വാമിജി പറഞ്ഞു നിങ്ങൾ പറയുന്നത് അല്ല, ബ്രെയിൻ ഒരു എക്യുപ്മെന്റ് മാത്രമാണ്, പക്ഷെ ചിന്തിക്കുന്നതും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും വേറൊരാളാണ് എന്നാണ് സ്വാമിജി അതിൽ എടുത്തു പറഞ്ഞൊരു വിഷയം. കാരണം സ്വാമിജി അതിൽ കൊടുത്തിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ബ്രെയിൻ നമ്മൾ കാഴ്ചയിൽ വരുന്ന കാര്യങ്ങൾ ബ്രെയിനിന്റെ ഒരു ഭാഗത്താണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. രണ്ടാമത് കേൾവി പറയുന്നത് വേറൊരു സ്ഥാനത്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗന്ധം ഇതൊക്കെ വെവ്വേറെ ബ്രെയിൻ്റെ പാർട്സിലാണ് നടക്കുന്നത്. ഇതിനു കൂടി ഏകീകരിക്കുന്ന ഒരു ഭാഗം ഏത്, ഏകോപനം നടത്തുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം സയൻസിലില്ല. അപ്പൊ അത് വിവേകാനന്ദ സ്വാമി പറയുന്നത് അപ്പൊ ഇത് പറയുന്നത് ഇത് ആര് ചെയ്യുന്നു, അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് സ്വാമി പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതല്ല, നിങ്ങളല്ലാതെ നിങ്ങളിൽ പുറത്തു നിൽക്കുന്ന നിങ്ങളുടെ സത്തയായ കൃത്യമായിട്ടുള്ളൊരു അംശമുണ്ട്, ആ അംശമാണ് ഇത് ക്രോഡീകരിച്ച് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനെ കുറിച്ചുള്ളൊരു അറിവ് ലഭിക്കാനിടയായി. കാരണം ഇങ്ങനൊരു സംഗതി ഉണ്ട്, അത് ഇന്ത്യൻ കൾച്ചറിൽ ഇത് വളരെ വ്യാപകമായിട്ട് നമ്മൾ പറയാം പുരാണങ്ങളിൽ തൊട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹവും പ്രതികരിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർ ഇതിനെ കുറിച്ചുള്ള സോഴ്സുകൾ എന്ത് എന്നുള്ള പരീക്ഷണവും നിരീക്ഷണവും തുടങ്ങി വെച്ചു. അങ്ങനെയാണ് കൃത്യമായിട്ടൊരു ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഈ വിദേശ രാജ്യങ്ങൾ കടക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രചോദനം ആരാണ് കൊടുത്തത് എന്ന് വെച്ചാൽ നമ്മൾക്ക് വളരെ അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഇന്ത്യയുടെ തന്നെ വലിയ അഭിമാനമായ സ്വാമിജിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. പക്ഷെ അതില് എന്നെ സംബന്ധിച്ചുള്ള വളരെ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ സ്വാമിജിയുടെ പാത പിന്തുടർന്നുകൊണ്ട് എനിക്ക് അതിൽ ഗവേഷണങ്ങളും നിരീക്ഷണവും നടത്തി ഒരുപാട് കാര്യങ്ങൾ ജനത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യ ജനകം തന്നെയാണ് ഈ വിഷയത്തിൽ. പിന്നെ മാത്രമല്ല നമുക്ക് ട്രാൻസ്പേഴ്സണൽ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നവീകരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഏതൊരു ആളും ട്രാൻസ്പേഴ്സണൽ വിഷയം കുറിച്ചുള്ള അടിസ്ഥാന അറിവ് കിട്ടിയാൽ പോലും അദ്ദേഹത്തിന്റെ ലൈഫ് ഒരുപാട് മാറി മറിയും. അപ്പൊ അത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിന്റെ പ്രാഥമികമായ അറിവുകളും നേടുക എന്ന് മാത്രമേ എനിക്ക് ഇതിൽ പറയാനുള്ളൂ. നമ്മുടെ ഈ യോഗശാസ്ത്രത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ആധുനിക ശാസ്ത്രം ഫ്രോയിഡിലാണ് ഇപ്പോഴും വന്നു നിൽക്കുന്നത്. പക്ഷെ ഫ്രോയിഡിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന യുങ് അതിൽ ഒരുപാട് വിപ്ലവകരമായ പരീക്ഷണങ്ങൾ നടത്തി. മരണാനന്തര ജീവിതമുണ്ടെന്ന് അദ്ദേഹത്തിന് തെളിഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഇതെല്ലാം ഇതിന്റെ ലിറ്ററേച്ചർ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഭംഗ്യന്തരയാണ് നമ്മൾ കാരണം ഇത് അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഫ്രോയിഡിയൻ തിയറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ ഈ യോഗശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ചിത്തവൃത്തി നിരോധിത്വം എന്ന് പറയുന്നുണ്ട്, അതാണ് ഇതിന്റെ ബേസ്. അപ്പോൾ ഈ ചിത്തം എന്ന് പറയുന്നതിലാണ് ഈ പറഞ്ഞ മനോവ്യാപാരങ്ങൾ നടക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു എംബ്രിയോ എപ്രകാരത്തിലാണ് ഒരു സൈഗോട്ട് എപ്രകാരത്തിലാണ് ഒരാളായിട്ട് മാറുന്നത്.
ആ ഒന്നിനെ അത് മാത്രമാക്കി മാറ്റുന്ന അതിന്റെ പ്രത്യേകത ഈ മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, മൈൻഡ് വാസനകളുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ ജന്മാന്തരങ്ങളായി നമ്മൾ ആർജിച്ചെടുക്കുന്ന വാസനകളാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. അപ്പോ എപ്രകാരത്തിലാണ് അല്ലെങ്കിൽ അങ്ങ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിനെ നോക്കിക്കാണുന്നത്? അതായത് നമ്മളെ സംബന്ധിച്ചുള്ള പുനർജന്മങ്ങളുണ്ടോ അല്ലെങ്കിൽ പുനർജന്മങ്ങളുടെ സാധ്യതകൾ ഉണ്ടോ? പുനർജന്മം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഞങ്ങളുടെ ആധികാരികമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ പറയാൻ സാധിക്കും. ഒന്ന്, നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് മുത്തപ്പൻ സമ്പ്രദായമാണ്. മുത്തപ്പൻ, അതായത് മുത്തപ്പൻ എന്ന് പറയുന്നത് ചില കുടുംബങ്ങളില് മുത്തപ്പൻ അവരുടെ പിതൃമകനായിട്ട് മുത്തപ്പനെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ആളുകള് വളരെ തമാശ രൂപേണ ചോദിക്കാറുണ്ട്, നിങ്ങൾ പുനർജന്മത്തെ വിശ്വസിക്കുന്നോ, എന്നിട്ടും മുത്തപ്പനെ ആരാധിക്കുന്നു, എന്തിനും മുത്തപ്പനെ ആരാധിക്കണം? കാരണം മുത്തപ്പൻ ഒരു പക്ഷെ പുതിയ ജന്മം എടുത്തിട്ടുണ്ടാവും. ആ പുതിയ ജന്മം എടുത്ത ഒരു വ്യക്തിയെ പിന്നീട് ആരാധിച്ചിട്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കാറുണ്ട്. ഇതിലെ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് വെച്ചാല്, നമുക്ക് ആത്മാവും ആത്മശരീരവും അത് രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമുക്കിതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സത്ത കിടക്കുന്നത്. ആത്മാവ് പുനർജനിക്കുന്നു, അതായത് രാമന്റെ ആത്മാവ് തന്നെയാണ് കൃഷ്ണനിലും വരുന്നത്. അതായത് അത് കൃത്യമായിട്ട് ട്രാൻസാക്ട് ചെയ്തിട്ട് വേറെ ബോഡിയിലേക്ക് കിടക്കുന്നു. അപ്പൊ അതായത് രാമന്റെ പുനർ അവതാരമാണ് കൃഷ്ണൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷെ രാമന്റെ പ്രത്യേകിച്ച് ആത്മശരീരം കൃഷ്ണനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം രാമന്റെ ആത്മശരീരം പ്രകൃതിയിൽ ഒരു പ്രത്യേക ലെയറിൽ നിൽക്കുന്നുണ്ട്. അത് ട്രാൻസ്പേഴ്സണൽ വിഷയമാണ്. നമുക്കത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ആരാധന സമ്പ്രദായം ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചാൽ അത് കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി തിരിച്ചറിയാൻ കഴിയും. രാമന്റെ ആത്മശരീരത്തിന്റെ ആവൃത്തി എന്താണെന്നും അതുപോലെ തന്നെ കൃഷ്ണന്റെ ആത്മശരീരത്തിന്റെ ആവൃത്തി, ആ ഊർജം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പുനർജന്മം ഉണ്ട്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആത്മാവാണ് പുനർജനിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പൊ ശാന്തി ദേവി പോലത്തുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് ഓർക്കുന്നത് എന്നുള്ളതൊരു ചോദ്യത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മളെ പൂർവ്വ ആത്മശരീരത്തിന്റെ ചില പ്രതികരണങ്ങൾ എങ്ങനെയായാലും ചെറിയൊരു ഭാഗം നമ്മൾ പൂർണ്ണമായി യോജിക്കുകയല്ല ചെയ്യുന്നത്, ചില വികിരണങ്ങൾ എന്തായാലും പുതിയ ആത്മശരീരത്തിലും കാണാറുണ്ട്. അതായത് രാമന്റെ ആത്മശരീരത്തിൽ ചില വികിരണങ്ങൾ, ഞങ്ങൾ പറയുന്നത് ഫോട്ടോ കോപ്പി പോലെ ചില വികിരണങ്ങൾ മാത്രം കൃഷ്ണന്റെ ആത്മശരീരത്തിലും വരാറുണ്ട്. അപ്പൊ ഈ വികിരണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പൊതുവെ പൂർവ്വജന്മ വാസനകളോ പൂർവ്വജന്മ സ്മൃതികള് അതുപോലെ തന്നെ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ചില കർമ്മഫലങ്ങൾ കൂടി നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അതാണ് സത്യം. അപ്പൊ ഈ പതുക്കെ ഇതിൽ നിന്നുള്ള വികിരണങ്ങൾ സംഭവിക്കുന്നതാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതെങ്ങനെ തിരിച്ചറിയാൻ നമ്മൾ രാമന്റെ ഈ ട്രാൻസ്പേഴ്സൺ ഫോഴ്സിന്റെ ആവൃത്തി എടുക്കുമ്പോൾ അതിൽ ഒരു ചെറിയൊരു ഭാഗം കൃഷ്ണന്റേതായിട്ട് സമാനമാണ്. അതായത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടേതും അങ്ങനെ ഒരിക്കലും, അതായത് ഇപ്പൊ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരിക്കലും യോജിക്കില്ല. ഇപ്പൊ താങ്കളുടെ ഫ്രീക്വൻസിയും എന്റെ ഫ്രീക്വൻസിയും ഒരിക്കലും യോജിക്കില്ല. ഒരു ഭാഗത്ത് പോലും കൃത്യമായിട്ട് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഈ രാമന്റെയും കൃഷ്ണനെ എടുക്കുമ്പോൾ യോജിക്കുന്നുണ്ടെങ്കിൽ അവര് പൊതുവെ പുനർജനിച്ചാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനും ചില വിദ്യകളും ചില രീതികളും ട്രാൻസ്പേഴ്സണിൽ പറഞ്ഞിട്ടുണ്ട്. പുനർജന്മം എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് സത്യമാണെന്നും മാത്രമല്ല നമ്മളുടെ മുമ്പിൽ ഒരു ഉദാഹരണം കൂടി കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശാന്തി ദേവിയുടെ ഒരു ഉദാഹരണം കൂടി കെടുക്കുന്നുണ്ട്. അതും ട്രാൻസ്പേഴ്സണൽ വിഷയം തന്നെയാണ്. നമുക്ക് ഈ പുനർജന്മത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാവുന്ന വസ്തുതകൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ ശാസ്ത്രീയ പ്രകാരത്തിലാണ് ഈ ട്രാൻസ്പേഴ്സണിലൂടെ പിതൃകർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ഫോഴ്സസിൽ വിഘാതങ്ങൾ ഉണ്ടാവും നമുക്ക്. അതായത് ഈ നമ്മളുടെ ഈ ആത്മീയ ശരീരത്തില് നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെ എഫക്ട്സും ഡിഫക്ട്സും അല്ലാതെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പിതൃകർമ്മങ്ങളിലൂടെ ഈ പറഞ്ഞ ആത്മശരീരത്തിന് ആ പറഞ്ഞ ഈ ഡിഫക്ട്സ് മാറ്റി കുറച്ചുകൂടി അതിനൊരു ക്ലിയറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പിതൃകർമ്മങ്ങളിൽ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ശരിക്കും ആത്മീയമായി പറഞ്ഞ ഇതിനേക്കാളും കൂടുതൽ തലങ്ങളുണ്ട്. കാരണം നമ്മളുടെ തന്നെ ഈ ആത്മശരീരം പല മേഖലകളിൽ നിൽക്കാന്ന് പറയും, ഘട്ടങ്ങളിൽ നിൽക്കാന്ന് പറയും. അതായത് പലപ്പോഴും ഈ ആത്മശരീരം എപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു കോസ്മിക് എനർജി എന്ന് പറയും, അതിനോട് ചേർന്ന് നിൽക്കുക. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ വിഷ്ണുവിനോട് ചേർന്ന് നിൽക്കാന്ന് പറയും, നമ്മൾ പുരാണങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ശിവനോട് ചേർന്ന് നിൽക്കാന്ന് പറയും. അത്തരം ചേരാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഈ ആത്മശരീരത്തിന്. അതിനോട് അടുത്ത് നിൽക്കാറ് മേഖലകൾ, അതായത് സോളാർ സിസ്റ്റത്തിൽ നമ്മൾ ഭൂമി നിൽക്കുന്ന നിലവ്, അതുപോലെ തന്നെ ചൊവ്വ നിൽക്കുന്ന നിലവ് എന്നൊക്കെ പറയുന്ന നിലവുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും കുറച്ചുകൂടി ഊർജ്ജത്തിൽ കൂടെ നിൽക്കാൻ പറ്റും. അപ്പൊ ഈ ആത്മശരീരങ്ങൾ എപ്പോഴും ഊർജ്ജ നില കൈവരിക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ ഈ ഊർജ്ജ നില നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കർമ്മങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും കിട്ടുന്ന ആ ഒരു എഫക്ട് ഈ പറയുന്ന ആത്മശരീരം കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കും. ഊർജ്ജസ്വലമാക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു നിലനിൽപ്പും അവരുടേതായ ഒരു സ്ഥാനവും അവർക്ക് കിട്ടുന്നുണ്ട്.
അതിനാണ് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതിലൊരു ഡിഫക്ട്സ്, അതായത് ഈ നമ്മൾ ഈ പറയുന്ന പിതൃകർമ്മങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഡിഫക്ട്സ് നമ്മളുടെ ഒരു ആത്മശരീരം, അതായത് ഒരു മകന്റെ ആത്മശരീരത്തിന്റെ ചില ഫ്രീക്വൻസികൾ പിതാവിന് സമാനമാണ്. അപ്പോൾ പിതാവിനുണ്ടാവുന്ന ക്ഷയം പുത്രനും ബാധകമാണ്, പുത്രനുണ്ടാവുന്ന ക്ഷയം പിതാവിനും ബാധകമാകുന്നു. അപ്പൊ അതുകൊണ്ട് പിതൃക്കളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ അതിൻ്റെതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവരുടെ ഒരു എനർജി ലെവല് കൂടുകയും ആ ഡിഫക്ട്സ് നമ്മളിലേക്ക് ഏൽക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാവുന്ന രീതികളും ട്രാൻസ്പേഴ്സണൽ ഫീൽഡിൽ ഉണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു അതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു ഡിവൈസ് മാത്രമാണെന്നുള്ളത് ഇപ്പം ആധുനിക ശാസ്ത്രം അതിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം ഇതുവഴിയെല്ലാം നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഏഷ്യാനെറ്റും ഫ്ലവേഴ്സ് ടിവിയും എല്ലാത്തിൻ്റെയും വൈബ്രേഷൻസ്, റേഡിയോ സിഗ്നൽസ് എല്ലാം പോകുന്നു. പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ റിസപ്റ്ററില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബ്രെയിൻ എന്നത് റിസപ്റ്റർ ആണെന്നും ആ റിസപ്റ്ററാണ് യഥാർത്ഥത്തിൽ അതൊരു എക്യുപ്മെൻ്റ് ആണ്, അത് പല സാധനങ്ങൾ സ്വീകരിച്ചിട്ട് അതിങ്ങനെ നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ആ ബ്രെയിൻ അതിൽ ശരിക്കും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പിന്നെന്താ പറയുക, ഈ ഡിവൈൻ സിഗ്നൽസ് സ്വീകരിക്കാൻ സജ്ജമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹാലോ, നമുക്ക് നമ്മുടെ ശരീരത്തിന് ചുറ്റാ ഹാലോ വരുന്നതാണ്. അപ്പൊ അത് ദിവ്യരായ ആളുകൾക്ക് അകത്തുനിന്ന് പുറത്തോട്ടുണ്ടാകുന്ന അല്ല എന്നാണ് ഈ ഡാൻ ബ്രൗണിന്റെ പുതിയ പുസ്തകത്തിൽ പറയുന്നത്. വളരെ രസമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് പുറത്തുനിന്നുള്ള സാധനത്തിന് എത്രത്തോളം സ്വീകരിക്കാൻ നിങ്ങളുടെ എക്യുപ്മെന്റ് റെഡിയാവുന്നു. അപ്പൊ നമ്മുടെ ഈ മെന്റൽ വൈബ്രേഷൻസ് ഇപ്പൊ ക്രിയായോഗിക ചെയ്യുമ്പോൾ നമ്മുടെ ഈ മസ്തിഷ്കത്തിലെ തരംഗങ്ങളുടെ ഇതെല്ലാം മാറുന്നുണ്ട്. അപ്പൊ അതുപോലെയുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന ട്രാൻസ്പേഴ്സണൽ വേവ്സ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ? അതാണ് ചോദിക്കുന്നത്. ഇത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ട്രാൻസ്പേഴ്സണൽ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹം ബ്രഹ്മാസ്മി എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അല്ല, എല്ലാം നിങ്ങളിലുണ്ട്, എന്നാൽ നിങ്ങൾ പലതും തിരിച്ചറിയുന്നില്ല. ഇതും ട്രാൻസ്പേഴ്സണൽ വിഷയം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തത്? ബ്രെയിനിന് നേരത്തെ പറഞ്ഞ റിസപ്റ്ററുടെ ഒരു ക്യാരക്ടർ എത്രത്തോളം കൂടുന്നോ അത്രത്തോളമാണ് നമുക്ക് അതീതമായ കാര്യങ്ങൾ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ബ്രെയിൻ ആരായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ റിസീവ് ചെയ്യുന്നത്? നമ്മൾ നേരിട്ട് ബ്രെയിനിനെ ഒന്നും റിസീവ് ചെയ്യാൻ കഴിവില്ല. അപ്പൊ ബ്രെയിൻ റിസീവ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ ബോഡി, ഈ സ്പിരിച്വൽ ബോഡി ആയിട്ട് നമ്മൾ എത്രത്തോളം ബ്രെയിനിന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ബോഡി ആയിട്ട് നമുക്ക് എത്രത്തോളം അതിന്റെ ആ ആവൃത്തികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. ആ ആവൃത്തികൾ സ്വീകരിക്കുമ്പോഴാണ് ബ്രെയിന് ഇത്തരം സവിശേഷതകൾ നമ്മൾ ഒരു ദിവ്യ യോഗി അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു അപ്ലിഫ്റ്റ് ആയിട്ട് ഒരാളായിട്ട് മാറുന്നത്. അപ്പൊ അതിനാണ് ശരിക്കും ക്രിയായോഗ പോലത്തുള്ള മെഡിറ്റേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിന്റെ ട്യൂണിങ്ങില് നമുക്ക് പറഞ്ഞ കോൺഷ്യസ്, അതുപോലെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ കോൺഷ്യസ് എന്നുള്ള മേഖലയിലേക്ക് ബ്രെയിൻ പതുക്കെ നീങ്ങുമ്പോൾ ബ്രെയിന് നമ്മളുടെ തന്നെ സ്പിരിച്വൽ ബോഡിയിൽ നിന്ന് കൂടുതൽ കണ്ടൻസ് സ്വരൂപിക്കാൻ കഴിയും. ഈ സ്പിരിച്വൽ ബോഡിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്പിരിച്വൽ ബോഡി യൂണിവേഴ്സിലുള്ള എല്ലാതായിട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അവനിലെല്ലാം എത്തുന്നതുകൊണ്ട് തന്നെ അവനിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? നമ്മൾ ലോകം മുഴുവൻ അലഞ്ഞു നടക്കുന്നതിന് പകരം നമ്മളുടെ ഈ ബ്രെയിന് നമ്മുടെ സ്പിരിച്വൽ ബോഡി ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻ മേഖലയിലൂടെ നമുക്ക് യോജിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ട്രാൻസ്പേഴ്സന്റെ വിഷയത്തില് നമ്മൾ മെഡിറ്റേഷനുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ കണക്ഷൻ എങ്ങനെ നമുക്ക് സയന്റിഫിക് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്ക് ബ്രെയിൻ ഒരു താളുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ ബോഡിക്ക് ഒരു വേവ് ലെങ്ത് ഉണ്ട്, അതിലേക്ക് നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്പേഴ്സൽ വർക്കൗട്ട് വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ട്രാൻസ്പേഴ്സൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ സ്പിരിച്വൽ ബോഡിയിലേക്ക് ബ്രെയിനിന്റെ ട്യൂണിങ്ങിനെ കണക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ശരിക്കും ഇതൊരു എൻഹാൻസ്മെന്റ് ആണ്, ഒരു കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ ട്രാൻസ്പേഴ്സൽ വർക്കൗട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അപ്പൊ ധ്യാനമാർഗം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് ആപ്റ്റായിട്ട് വർക്ക് ചെയ്യും, ചില ആളുകൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥകളൊക്കെ വരും. പക്ഷെ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിനെ പ്രത്യേകിച്ച് ഇത് ഏതൊരു ചെറിയ കുട്ടിക്കും, അതായത് 10 വയസ്സിന് മേലുള്ള ഏത് കുട്ടിക്കും ഇത് വളരെ സുഖകരമായിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പൊ അവനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയാനും അത്രത്തോളം ബ്രെയിൻ ട്യൂണിങ് നടത്താനും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിയാനും സാധിക്കും. അവിടെയാണ് ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിന്റെ ഏറ്റവും കൂടുതൽ പ്രസക്തി കിട്ടുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് റിയലിസ്റ്റിക് ആയിട്ട്. പക്ഷെ മറ്റു മെഡിറ്റേഷന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളൊരു പ്രത്യേക ഭാവത്തിലേക്ക് പോകുന്നതാണ്. ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ട് തന്നെ ഔട്ടറാണ്, അത് നമ്മൾ റിയാലിറ്റിയിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ കണ്ടന്റും നമുക്ക് റിയൽ ബേസിസിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ റിയൽ ബേസിസിൽ തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിന് സയന്റിഫിക് ആയിട്ടുള്ള വേർഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല അത് നമുക്ക് തെളിയിക്കാനും സാധിക്കുള്ളൂ. അപ്പൊ ട്രാൻസ്പേഴ്സണൽ വർക്കൗട്ടിന്റെ പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളെ നമുക്ക് തെളിവോടെ അത് വളരെ റിയൽ ബേസിസിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നതാണ്. അപ്പൊ അതിന് വളരെയധികം പ്രസക്തി ഈ കാലത്ത് നമുക്ക് ഉള്ളതാണ്. ശരി.
അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ മനുഷ്യരായിട്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്താണ്, ഞാൻ എന്താണ്, ഞാൻ ഈ ശരീരമാണോ അതോ അതിന് മുകളിലുള്ള മറ്റെന്തെങ്കിലും ആണോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യാവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഈ ബ്രെയിൻ വേവ്സിനെ ദേവ തലങ്ങളിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവങ്ങളായിട്ട് തന്നെ ദേവതകളായിട്ട് നമുക്ക് പുനർജനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അല്ലെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മരണം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി മാത്രമാണ്. അപ്പം നമ്മളിരിക്കുന്ന ഈ എനർജിയെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകണോ മുകളിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം മുകളിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴികൾ നമുക്ക് പലപ്പോഴും ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ഇതൊരു വഴിയാണ്. ഈ വഴി നമുക്ക് എന്തായാലും സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങയുടെ ഈ വിഷയത്തിലുള്ള അവഗാഹം നമുക്ക് പങ്കുവച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു ശ്രമത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം.